അസ്സലാമലൈക്കും. പ്രിയപ്പെട്ട കുട്ടികളെ, നാം ഇവിടെ ഒരു ക്വിസ് പ്രോഗ്രാം നടത്തുകയാണ്. ചോദ്യങ്ങൾക്ക് ശരിയായ മറുപടി പറയാൻ ശ്രമിക്കുക. നബിദിനമാകിയാൽ പ്രവാചകരുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് അധികവും. ചോദ്യം 1. അള്ളാഹു ആദ്യമായി പടച്ചതെന്ത്? പറയൂ. അർശും കുർശും ലൗഹും സമവാദം. ഒരു കൊട്ട ഉത്തരം പക്ഷേ ശരിയായില്ല. ബി പറയൂ. ആദ്യ പിതാവ് ആദം നബി അലൈഹി ഇസ്ലാമിനെ. ഉത്തരം തെറ്റാണ്. സി പറയൂ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകാശത്തെ. അതാണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം. ഹിജ്റ വർഷം ആ പേരിൽ അറിയപ്പെടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്ര പ്രസിദ്ധമായ മദീന യാത്രയുടെയാണ്. എന്നാൽ അതിനു മുമ്പ് എങ്ങനെയായിരുന്നു അറബ് വർഷം അറിയപ്പെട്ടിരുന്നത്? ഡി പറയൂ. ഗജവർഷം എന്ന പേരിൽ അബ്രഹത്ത് രാജാവ് കാബ് പൊളിക്കാവുന്ന സംഭവം. ഉത്തരം വ്യക്തവും ശക്തവുമാണ്. ഇനി അടുത്ത ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് അക്കാലത്ത് തന്നെ വിശ്വസിച്ച കേരള രാജാവ് ആര്? പറയൂ. കേരളവർമ്മ പഴശ്ശിരാജ. തെറ്റാണ്. ബി പറയൂ. കൊടുങ്ങല്ലൂരിലെ ചേരമാൻ പെരുമാൾ രാജാവ്. നബിയുടെ മുഴത്തായി ചന്ദ്രൻ വീഴുന്നത് ഇവിടെ നേരിൽ കാണുകയും കാര്യങ്ങൾ അറിഞ്ഞ് മക്കൾ പോയി വിശ്വസിക്കുകയും ചെയ്തു. താലുദ്ദീൻ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു. ഓക്കെ. വടക്ക് യാത്രയിൽ സലാലിൽ വെച്ച് വഫാത്തായി. കബറിടം അവിടെ തന്നെ. അടുത്ത ചോദ്യം. കഅബ പൊളിക്കാൻ വന്ന അബ്രത്ത് രാജാവിനെ അള്ളാഹു ശിക്ഷിച്ചത് എങ്ങനെ? സി പറയൂ. ഭൂമികയും മേലായി മറിച്ചുകൊണ്ട്. അത് ലൂത്ത് നബിന്റെ ആളുകളെയാണ് ശിക്ഷിച്ചത്. ഡി പറയൂ. ഒരു തരം പക്ഷികളെ കൊണ്ടാണ്. ആനറാഞ്ചി പക്ഷി എന്ന് ദേശാടന പക്ഷി എന്ന് സംശയം. രണ്ടുമല്ല. പറയൂ. അബാബിൽ പക്ഷികളെ കൊണ്ട് ചുണ്ടിൽ ചെറു ചൂടുകൾ കൊണ്ടാണ്. സംഭവം സൂറത്തിൽ ഫേലിൽ ഉണ്ട്. ശരിയാണ്. ഇനി ദാരിദ്ര്യം മാറാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ച മരുന്നെന്ത്? ബി പറയൂ. നന്നായി പണിയെടുക്കുക, കൂടുതൽ കൂലി വാങ്ങുക, എല്ലുമുറിയെ പണിതാൽ പല്ലുമുറിയാ തിന്നാം എന്ന പഴഞ്ചൊല്ല്. പണിയെടുത്തത് കൊണ്ട് മാത്രം ദാരിദ്ര്യം മാറില്ല. സി പറയൂ. ഒരു നോട്ടടി യന്ത്രം സ്വന്തമാക്കുക, എന്നിട്ട് ചടപടാന്ന് 1000ന്റെ നോട്ടിങ്ങനെ അടിച്ചിറക്കുക. എന്തൊരു നല്ല നടക്കാത്ത ആഗ്രഹം. ഡി പറയൂ. ദാരിദ്ര്യമില്ലാതാക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. വീട്ടിൽ ദിവസവും ഇതാകാത്തി സൂറത്ത് ഓതുക. അതെ, സൂറത്തുൽ വാഖിയ വീട്ടിൽ കഷ്ടപ്പാടുണ്ടാക്കില്ല. ഇനി അടുത്ത ചോദ്യം ഡിയോട് തന്നെ. പച്ചവാദം സുഖപ്പെടാൻ ഒരു കാവ്യം രചിച്ചു. കാവ്യം ഏത്? മഹാൻ ആര്? രവീന്ദ്രനാഥ ടാഗോർ. കാവ്യം ഗീതാഞ്ജലി. സർവപ്രതീക്ഷയും തെറ്റിപ്പോയല്ലോ. സി പറയൂ. ഖാദി മുഹമ്മദ് മുഹീദ്ദീൻ. ഉത്തരം ശരിയല്ല. ബി പറയൂ. ഇമാം ബുസ്സൂരി. ബുറുദ അഥവാ രോഗത്തിന് മരുന്ന് തന്നെയാണ്. ഓക്കെ, ശരി ഉത്തരമാണ് ബി പറഞ്ഞത്. ശരി ശരി പിരിയാം. അസ്സലാമു അലൈക്കും.